ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബിറ്റ്സ് TV. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ പാടുകൾ, അതായത് കറുത്ത പാടുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ചില സ്കിന്നിൽ ബ്രൗൺ കളറുള്ള പാടുകൾ ഉണ്ടായിരിക്കാം, ചിലർക്ക് മെലാസ്മ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകൾ, കണ്ണിന് താഴെയുള്ള കറുപ്പ്, അങ്ങനെ തുടങ്ങിയത്, പിന്നെ അതുപോലെ കഴുത്തിലെ കറുപ്പ്, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ റെമഡിയാണ്. അപ്പോൾ നമ്മൾ പലരും ജോലിയുള്ളവരാണ് അല്ലേ? അപ്പോൾ ജോലിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം നമുക്കിത് DIY ഒക്കെ ഉണ്ടാക്കിയൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പാടായിരിക്കാം. 2-3 ദിവസം കൂടുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ തിരിച്ച് ജോലിക്ക് രാവിലെ പോവുക, അല്ലെങ്കിൽ മോർണിംഗ് പോവുക, അതുപോലെ തന്നെ നൈറ്റിൽ തിരിച്ച് വരിക. അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ കാര്യവും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു DIY മെത്തേഡാണ് നമ്മളിന്ന് യൂസ് ചെയ്യണത്. ഇത് വളരെ എഫക്റ്റീവാണ്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലംസിനും മാറാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇത് ലേഡീസിന് മാത്രമല്ല, ജെൻസിനും ഇത് യൂസ് ചെയ്യാം. ബാച്ചിലേഴ്സിനാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഈ പറഞ്ഞ മടിയന്മാർക്കും മടിച്ചിമാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു DIY ആണ്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ, ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ആണ്. അതുപോലെ തന്നെ ക്യാരറ്റ്, ഒരുപാട് വലുതല്ല, ഒരു ചെറിയൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്ക് പൗഡറാണ്. മിൽക്ക് പൗഡർ കൂടുതൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്കതിന് പകരം 1 സ്പൂണ് അരിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ചെറിയ സ്പൂണല്ല, വലിയ സ്പൂണിൽ 1 സ്പൂൺ പാൽപ്പൊടി, അല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടി. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു അലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു അലോവേര ജെല്ല് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫ്രഷ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കറയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അതിനകത്ത് മാത്രം ഫ്ലഷ് മാത്രം എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ നമുക്ക് കസ്തൂരി മഞ്ഞൾ വേണം. കസ്തൂരി മഞ്ഞൾ ചിലർക്ക് പിടിക്കണില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രം ഇത് അവോയ്ഡ് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് കസ്തൂരി മഞ്ഞൾ എടുക്കാം. ജെൻസിന് മഞ്ഞൾ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. 3 വലിയ സ്പൂണ് കറ്റാർവാഴ ജെല്ലാണ് ഞാനിതിലേക്ക് ചേർക്കണേ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ചേർക്കുക. സ്കിന്ന് സോഫ്റ്റ് ആവാനും ബ്രൈറ്റ് ആവാനും അതോടൊപ്പം തന്നെ നല്ല ഗ്ലോ ആവാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കറ്റാർവാഴ ജെല്ല്. അതുപോലെ തന്നെ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ കൂടിയാണ് കറ്റാർവാഴ ജെല്ല്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നെക്സ്റ്റ് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നതിന് പകരം നമുക്ക് പാല് ചേർക്കാം. ഒരുപാട് നമ്മൾ വെള്ളമായി പോകരുത്. അപ്പോൾ ഒരു പാകം നോക്കിയിട്ട് നമ്മൾ ചേർക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ജെൻസിനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് മഞ്ഞൾ ചേർക്കണമെന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് താടിയും മീശയൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലും പെട്ടെന്ന് മഞ്ഞളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്നതുകൊണ്ട് അത് യൂസ് ചെയ്യണമെന്നില്ല. ബാക്കി ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ജെൻസിന് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിത് ഈ ഒരു ഫോമിൽ കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇതൊരു ഐസ് ക്യൂബ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഐസ് ട്രേ എടുത്തിട്ട് അതിലേക്കിത് ഒഴിച്ചു വയ്ക്കാം. നമുക്ക് ഈ ഒരു ദ്രാവക രൂപത്തിലുള്ള ഈ ഫോമിലേക്ക് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് യൂസ് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് ചേർക്കാം. എല്ലാവർക്കും അത് താല്പര്യം ഉണ്ടാവില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിങ്കിൾസ് മാറാനായിട്ട്, കണ്ണിനിടയിലെ കറുപ്പ് മാറാനായിട്ടും അതുപോലെ തന്നെ സ്കിന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വെക്കാനായിട്ടൊക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൂടെ ഇതിൽ പൊട്ടിച്ചിട്ട് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഏറ്റവും മുകളിൽ ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാം. കണ്ടോ, ഇതുപോലെ ക്യൂബ്സ് നന്നായിട്ട് ഫ്രീസായി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഐസ് ക്യൂബായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ഐസ് എടുത്തതിന് ശേഷം ഡെയിലി നമ്മളുടെ ഫേസിൽ മസാജ് ചെയ്യാവുന്നതാണ്. ഒരെണ്ണം മതി ഒരു ദിവസം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഐസ് ക്യൂബ് വെക്കണ എത്ര എണ്ണം ഉണ്ടോ അത്രയും ദിവസം നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ നമുക്ക് വൈകിട്ട് വന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ എടുത്തിട്ട് ഇത് ഫേസ് മസാജ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമുക്ക് 1 മാസത്തോളം അങ്ങനെ തന്നെ ഇരിക്കും. വളരെയധികം എഫക്റ്റീവാണ്. അപ്പോൾ നമുക്ക് എന്നും ഉണ്ടാക്കുകയും വേണ്ട. സ്കിന്നിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ
വെച്ചതിന് ശേഷം നമ്മളൊരു 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിൽ നന്നായിട്ട് ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ സോപ്പ് ഉപയോഗിക്കരുത്, നമ്മൾ ഫേസിൽ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കത് വിസിബിളായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതുമയാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.